ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദർശ് അനിയെ ഉപദേശിച്ച് കഴിയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഏട്ടനിപ്പോൾ സമാധാനമുള്ളൊരു ജീവിതമുണ്ട്, അതില്ലാതെ പോയതിപ്പോൾ എനിക്കാണല്ലോ. എൻ്റെ സമാധാനം ഇല്ലാതായി, അത് കളഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന പലരും ചേർന്നാണ് എന്നിങ്ങനെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിങ്ങനെ അനി അങ്ങ് പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ആകെ സങ്കടമാകുന്നുണ്ട് ആദർശിനും നയനയ്ക്കും. പ്രത്യേകിച്ചൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം അനിയനെ ഈ ഒരു കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചത് നയനയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്റ്റേഷനിലേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഒരാൾ വന്ന് ഇങ്ങനെ നമസ്കാരം എന്ന് പറയും. അന്നേരം നന്ദു ഹെൽമെറ്റ് മാറ്റടാ എന്ന് പറയുമ്പോഴേക്കും അനി ഹെൽമെറ്റ് മാറ്റും. മാറ്റി കഴിയുമ്പോൾ അനിയാന്ന് അറിയുമ്പോഴേക്കും ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോവാണ് കേട്ടോ നന്ദു. അന്നേരം കൂടെയുള്ള പോലീസുകാർ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവരങ്ങ് കയറി പോകും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ അനി നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടനോടും ഏട്ടത്തിയോടും പരാതി പറഞ്ഞു എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുകയൊന്നുമില്ല. ഞാൻ വരും. നീ ഈ ലോകത്ത് എവിടെ പോയാലും നിൻ്റെ പുറകെ ഞാൻ തന്നെ കാണും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാനിവിടെ SI ചാർജ് എടുത്തതിന് ശേഷം ഒരുപാട് നൂലാമാലകളുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു ടെൻഷനും തന്നിട്ടില്ല. പക്ഷേ നിൻ്റെ ഈ സ്വഭാവം എന്നെ ആകെ ബുദ്ധിമുട്ടിക്കുവാണ്. നിനക്ക് 2-3 ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ളതല്ലേ? അതിൻ്റെയൊക്കെ GM അല്ലേ നീ? നിനക്ക് ആവശ്യത്തിന് ജോലിയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നേരെ അനു പറയുന്നുണ്ട്, അവിടെ കഴിവുള്ള മാനേജർമാരുണ്ട്, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. നേരെ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നിനക്ക് ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ മുത്തശ്ശനും ആദർശേട്ടനും കൂടി തന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോയില്ല എന്നോർത്ത് അവർക്ക് എന്നെ അവിടെ നിന്ന് പിരിച്ചു വിടണമെന്ന് തോന്നുകയാണെങ്കിൽ പിരിച്ചു വിട്ടോട്ടെ. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ നന്ദുവിൻ്റെ പുറകെ നടക്കാൻ. ഇനിയിപ്പോൾ നിനക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകണമെന്നെന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ പോയിക്കോ. നീ കേരളത്തിൽ ഏത് കോണി പോയാലും നിൻ്റെ പുറകെ ഞാൻ തന്നെ കാണും. അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് നന്ദു പറയുന്നുണ്ട്, നീ നന്നാവില്ല, എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല. ഇവിടെയുള്ള പോലീസുകാർക്ക് എന്നെ ചെറിയ പേടിയൊക്കെ ഉള്ളത്, അത് നീ ആയിട്ട് കളഞ്ഞു മുടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോവാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാട്ടോ അനി. കാരണം ഒരിത്തിരി മയത്തിപ്പോലും അല്ലല്ലോ നന്ദു സംസാരിക്കുന്നത്. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്ത് ഇങ്ങനെ പോരുമ്പോൾ ബാക്കി പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നല്ലോ. അന്നേരം അതിലെ ഒരു ASI ബാക്കിയുള്ള കോൺസ്റ്റബിളിനോട് പറയാണ്, സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ആട്ടി ഓടിച്ചു വിടുന്നത് പോലെ ഇയാളെ ആട്ടി ഓടിച്ചു വിടാത്തത്. മിക്കവാറും അനന്തപുരിയിലെ പയ്യനകത്ത് കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ നന്ദുവിൻ്റെ അടുത്തോട്ട് വരുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ ആ പുറത്ത് നിൽക്കുന്ന പയ്യനോട് 2-3 തവണ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും അവനൊരു പുല്ല് വില പോലും തരുന്നില്ലല്ലോ. മിക്കവാറും അകത്തെടുത്ത് ഇടേണ്ടി വരുമായിരിക്കുമല്ലേ അനന്തപുരിയിലെ പയ്യനെ എന്ന് ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ഇടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഏത് വലിയ കുടുംബത്തിലെ ആളായാലും ഞാൻ അകത്തെടുത്തിടും. അതോർത്ത് താൻ ടെൻഷനാകണ്ട, തനിക്ക് അവിടെ വേറെ ഇഷ്ടം പോലെ ജോലിയുള്ളതല്ലേ, പോയി ചെയ്യാൻ നോക്കുക, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ നേരെ അങ്ങ് പോവാണ് കേട്ടോ. അന്നേരം എല്ലാവരും ഈ രീതിയിലൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നന്ദുവിന് നല്ല വിഷമമുണ്ട്. അവിടുന്ന് പോരുന്ന അനി നേരെ കൂട്ടുകാരുടെ അടുത്തോട്ടാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, SI ആയപ്പോൾ അവൾക്ക് ഇത്തിരി തലക്കനം വെച്ചു, അതുകൊണ്ട് അവൾ എന്നോട് നേരാവണ്ണം സംസാരിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു തലക്കനവും ഇല്ല, അവളെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് കരുതി അവൾ മാറി നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ അവൾ ഏതൊക്കെ രീതിയിൽ നിന്നോട് പെരുമാറിയാലും അവളുടെ പുറകെ നടക്കുന്നത് നീ നിർത്തരുത്. അങ്ങനെ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. നിൻ്റെ ജീവിതം അങ്ങനെ ആയാൽ നശിച്ചു പോകും. ഇനി ഒരു വിവാഹം നിനക്കുണ്ടെങ്കിൽ അവളെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, വിവാഹത്തിലോട്ട് അടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് പേരുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് അവരെല്ലാവരും എന്നിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട, നീ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടില്ല. നിന്നെ കുറെ കുറ്റപ്പെടുത്തിയും വഴക്കുറയൊക്കെ ചെയ്യുമായിരിക്കും വീട്ടുകാരെങ്കിലും കുറെ കഴിയുമ്പോൾ അവർ നിൻ്റെ വഴി തന്നെ വന്നോളും എന്നൊക്കെയാണ് കൂട്ടുകാർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു നെക്ലേസ് പോയ വഴി ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ASIയുടെ കുറേ ലിസ്റ്റൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കോൾ ലിസ്റ്റ് വേണുവിൻ്റെ അതുപോലെ രേവതിയുടെ അനാമികയുടെ ആ കോൾ ലിസ്റ്റൊക്കെ വെച്ച് അവർക്ക് സ്വർണം കടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നന്ദു ഇങ്ങനെ നോക്കുന്നത്. അന്നേരം ASI പറയുന്നുണ്ട്, സാർ നോക്ക്, എന്നിട്ട് ഏതെങ്കിലും നമ്പർ സംശയമുള്ളതെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് തരാം എന്ന് പറയും. എന്നിട്ട് അങ്ങേര് തന്നെ ചോദിക്കുന്നുണ്ട്, സാർ ഇവിടെ ജോയിൻ ചെയ്യുന്ന ദിവസം അവരൊരു പരാതിയായിട്ട് വന്നായിരുന്നു, അവരത് പിൻവലിക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ അവർ തരികടകളാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത്യാവശ്യം തരികടകളാണ്, അതുകൊണ്ടാണല്ലോ കേസ് പിൻവലിച്ചത്, പിൻവലിക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു, ആ ഒരു അവസ്ഥയിലായിരുന്നു ആ കേസ് എന്നും പറയുന്നുണ്ട്. ഏതായാലും ആ കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചതിന് ശേഷം നന്ദു നേരെ പോകുന്നത് വേണുവിന് പണം പലിശയ്ക്ക് കൊടുക്കുന്ന അയാളുടെ അടുത്ത് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല,
എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ ഇരിപ്പുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇവിടെ തെറ്റായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതുകൊണ്ട് താനും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയും. അന്നേരം അങ്ങേര് ചോദിക്കും, ഇവിടെ ഇരുന്ന് ചോദിച്ചാൽ പോരെയെന്ന്. അന്നേരം തനിക്ക് പ്രത്യേകതകളൊന്നുമില്ലല്ലോ, എല്ലാവരെയും പോലെ തന്നെയല്ലേ, താനും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയെന്ന് നന്ദു പറയുന്നു. അങ്ങനെ അയാൾ നന്ദുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുവാണ്. നന്ദു ചോദിക്കുന്നുണ്ട്, എത്ര രൂപ വേണുവിന് പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അന്നേരം കുറേ രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ഈ നെക്ലേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനൊരു കുറച്ച് സ്വർണ്ണം വീണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അയാൾ പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ഈ നെക്ലേസ് താൻ കൊടുത്ത പൈസയുടെ പലിശയായിട്ടാണ് കൊണ്ട് തന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ താൻ മാപ്പ് സാക്ഷിയാകും, അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ഒരു ഫേവർ ഞാൻ ചെയ്തു തരില്ല, കാരണം പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇനിയിപ്പോൾ താൻ കടം കൊടുത്തതാണ് എന്ന് പറഞ്ഞാലും അതിന് രേഖകൾ വേണം, അതും തൻ്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ടുള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ തനിക്ക് മാപ്പ് സാക്ഷിയാകാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, വേണു എൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം മേടിച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞ സമയത്തൊന്നും തിരിച്ച് തന്നിട്ടില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഈ സ്വർണം കൊണ്ട് തന്നത്, അത് കുറച്ച് മുതലിലും ബാക്കി പലിശയിലുമാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ആ സ്വർണം താൻ വിറ്റോന്ന്. അന്നേരം അയാൾക്കൊരു മടിയാണ് പറയാനായിട്ട്. അന്നേരം സത്യസന്ധമായിട്ട് പറയുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇല്ല, എൻ്റെ ലോക്കറിലുണ്ട് എന്ന് പറയും. അന്നേരം നന്ദു പറയും, അത് തൊണ്ടി മുതലാണ്, അതുകൊണ്ട് അത് തിരിച്ചു തരണമെന്ന് പറയുക. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, താൻ കൊടുത്ത പൈസയ്ക്ക് പകരമായിട്ടാണ് ആ സ്വർണം കൊണ്ട് തന്നത്, ഞാൻ ആ രീതിയിലാണ് അത് മേടിച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ നന്ദു പറയും, അതങ്ങനെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അത് തിരിച്ചു തന്നേ പറ്റുള്ളൂ, ഞാനൊരു കോൺസ്റ്റബിളിൻ്റെ കൂടെ വിടാം, അതുകൊണ്ട് ആ സ്വർണ്ണം എടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടേരെ എന്നിങ്ങനെ പറയുക. വേറെ നിവർത്തിയില്ലല്ലോ അങ്ങേർക്ക്, ഒന്നാതെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ, അന്നേരം അത് അംഗീകരിച്ചേ അയാൾക്ക് പറ്റത്തുള്ളൂ. അത് അങ്ങനെ അയാൾ അവിടുന്ന് പോവുകയാണ്. പിന്നെ നന്ദു നേരെ ചെല്ലുന്നത് വേണുവിൻ്റെ വീട്ടിലേക്കാണ്. അന്നേരം ഫ്രണ്ട് വശം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രേവതി. അയ്യോ ചേട്ടാ പോലീസ് എന്ന് പറയുമ്പോഴേക്ക് വേണു ഇറങ്ങി വരും. അന്നേരം വേണു ഇവളെ ഇങ്ങനെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക നന്ദുവിനെ കണ്ടിട്ട്. അന്നേരം അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പേടിച്ചാട്ടോ രേവതി നിൽക്കുന്നത്. കയറി വന്നിട്ട് നന്ദു പറയും, അതെ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറയും വേണുവിനോട്. അന്നേരം എന്തിനാ മോളെ എന്ന് ചോദിക്കും രേവതി. അന്നേരം മോള് എന്ന് ചോദിക്കുമ്പോൾ അല്ല സാറേ എന്നിങ്ങനെ മാറ്റുവേ. അന്നേരം വേണു, എന്തിനാ മാഡം ഞാൻ വരുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ആലോചിക്കാം, അതുകൊണ്ട് താൻ വണ്ടിയിലോട്ട് കയറുക പറയും. അന്നേരം ഞാൻ എൻ്റെ വണ്ടിയിൽ പോകാൻ ഇങ്ങനെ പോരെ മോളെ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മോളോ എന്നിങ്ങനെ നന്ദു ചോദിക്കും. അന്നേരം അല്ല മേഡം എന്ന് പറയാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒന്നിൽ താൻ ഉറച്ച് നിൽക്കുക എന്ന്. അന്നേരം രേവതി, നമ്മൾ ബന്ധുക്കളല്ലേ, നമ്മൾ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈരാഗത്തോടു കൂടി പെരുമാറരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് വൈരാഗ്യം കാണിക്കുന്നൊന്നുമല്ല, ഞാൻ ശരിയായ രീതിയിലാണ് കാര്യത്തിലല്ല നിങ്ങൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാമല്ലോ, അതിനുള്ള നിയമവും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുക. അന്നേരം വേറെ നിവൃത്തിയില്ലാതെ വേണു നന്ദുവിൻ്റെ കൂടെ ഇങ്ങനെ കയറി പോവാണ്. ഇതറിയാവുന്ന അനാമിക അനന്തപുരിയിൽ പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. അവിടെ കിടന്ന് പറയുന്നുണ്ട്, അവൾ ഇതിനു മുമ്പ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയും തല്ലിച്ചതച്ചു, അത് പോരാഞ്ഞിട്ട് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യമില്ലാതെ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ അയലോക്കത്തുള്ളവരൊക്കെ കണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ജാനകിയും പറയുന്നുണ്ട്, അത് തന്നെ ചേട്ടാ, ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേഷനിലോട്ട് ചെല്ലുക, എന്നിട്ട് എന്താ സംഭവം എന്നൊന്ന് അന്വേഷിക്കുക, നമ്മുടെ മോൾക്കല്ലേ, നമ്മുടെ മരുമോൾക്കല്ലേ ഇതിൻ്റെ നാണക്കേട്, ഒന്നുമില്ലെങ്കിൽ അനന്തപുരിയിലെ മരുമോളുടെ അച്ഛനും അമ്മയും ആണെന്ന് ആ നന്ദു ആലോചിക്കുന്നുണ്ടായിരുന്നോ, നമ്മുടെ കുടുംബത്തിന് നാണക്കേടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ജാനകി. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾ പ്രതികാരം വീട്ടുവാണ്, തന്നെയാണ്, അങ്ങനെ അതിനുവേണ്ടി തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി, അവൾക്ക് സ്റ്റേഷനിലോട്ടൊന്ന് ചെല്ലാൻ അച്ഛനോട് പറഞ്ഞാൽ പോരായിരുന്നോ, അവിടെ വെച്ച് അവൾക്ക് ചോദ്യം ചെയ്യത്തില്ലായിരുന്നോ, ഇതിപ്പോൾ അയൽക്കാരെല്ലാം കണ്ടു, അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, മോൾ അങ്ങനെ ഉണ്ടായ 4 പേര് കാണുള്ളൂ, എങ്കിലല്ലേ നാണം കെടുത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ല അതൊന്നും പറയണ്ട, നന്ദ ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേണുവിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് നമുക്ക് അന്വേഷിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. നേരത്തേക്കും ജാനകിക്ക് നിങ്ങളിങ്ങനെ തുടങ്ങരുത് കേട്ടോ, നമുക്ക് നമ്മുടെ മോൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അതിനിടയ്ക്ക് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് ചെല്ലും കേട്ടോ അനാമിക പറയുവാണ്, അവളുടെ അനിയത്തി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ അവൾക്ക് സാധിച്ചില്ല, പിന്നെ ആദർശേട്ടൻ ഒരു വലിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ വിമർശിച്ചല്ലോ, അതിൻ്റെ പ്രതികാരമായിട്ട് അവളുടെ അനിയത്തിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ദേവേന് ചാടിക്കും കേട്ടോ. ദേവേന് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിന് നയനെ ഇങ്ങനെ വലിച്ചു വെക്കേണ്ട
കാര്യമൊന്നുമില്ല. നയനെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ നയനെ പറയരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അവൾ ഒറ്റ ഒരുത്തി തന്നെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അനാമിക ഇങ്ങനെ പറയും കേട്ടോ. നേരം അജയൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവിടെ കിടന്ന് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ അച്ഛനെ അനാവശ്യമായിട്ടാണ് നന്ദു അറസ്റ്റ് ചെയ്തതെങ്കിൽ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ലാതെ നിൻ്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീയും നിൻ്റെ അച്ഛനും ഒന്നും നേർവഴിക്കല്ല നടക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അന്നേരം ജാനകി ഇതെന്താ അജയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം നീ തുറച്ച് നോക്കുമൊന്നും വേണ്ട, ഉള്ള കാര്യവും ഞാൻ പറഞ്ഞത് എന്ന് അജയൻ ഇങ്ങനെ പറയും. എന്നിട്ട് അജയൻ പറയുന്നുണ്ട്, ഞാൻ പലതും വേണ്ട വേണ്ട എന്ന് വെക്കുന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയും ഓർത്തിട്ടാണ് എന്ന് അജയൻ ഇങ്ങനെ പറയും. അന്നേരം അനാമിക പറയും, അച്ഛനും മോനും ഒരേ കണക്കാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ കേസും ബഹളവും ഒക്കെ ആയിട്ട് ഉണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകും. അന്നേരം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം നന്ദുവിനെ. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അന്നേരം അജയൻ പറയുന്നുണ്ട്, നിൻ്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ ന്യായീകരിക്കാൻ വരണ്ട എന്ന് പറയും. നേരം അനാമിക പറയുവാണ്, നോക്കിക്കോ, ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ നിങ്ങളൊക്കെ കണക്ക് പറയേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ തിളച്ച് നിൽക്കുവാണ് കേട്ടോ. ജാനകി ദേവേനയോട് പറയുന്നുണ്ട്, ഏട്ടത്തി കണ്ടല്ലോ, എൻ്റെ മരുമോളെ പൊന്നുപോലെ നോക്കിയത് അവളുടെ അച്ഛനും അമ്മയും, എന്നിട്ട് ആ പെൺകൊച്ചിന് ഒരു സമാധാനം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, പൊന്നുപോലെ വളർത്തേണ്ട രീതിയിലല്ല വളർത്തിയത്. അച്ഛനും അമ്മയും കണക്കാ, അത് തന്നെയാണ് മോളുടെ സ്വഭാവം എന്ന് പറയുക കേട്ടോ. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, നീ തുറച്ച് നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അജയനെ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും നയനയും ആദർശം അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ വിഷമമായിട്ടോ ആദർശന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഈ ഒരു കേസിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഞാനും എൻ്റെ ചേച്ചിമാരും അച്ഛനും അമ്മയും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇത് തെളിയിക്കണമെന്ന് എനിക്ക് ഇത്രയും വാശി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ആദർശ് ഇങ്ങനെ വിഷമത്തോടെ പറയാണ്, എൻ്റെ മനസ്സിലിപ്പോൾ അനിയുടെ കാര്യമാണ്. എനിക്ക് നിങ്ങളോട് എന്തോരം ദേഷ്യമായിരുന്നു ഇപ്പോൾ വന്ന് എന്നറിയാമോ. അവൻ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ഞാൻ ഒരുപാട് വൈകിയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്നറിഞ്ഞത്. എന്നിട്ടും അവൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം വരെ അത് മുടക്കാനും മാറ്റിവെക്കാനും ഞാൻ ശ്രമിച്ചതാണ്. അന്നേരം നയനെ, നീ എന്താ എന്നോട് അത് നന്ദുവിന് താല്പര്യം ഇല്ല എന്നല്ലേ? എന്നിട്ട് നീ എന്തിനാണ് നന്ദു ഒന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? നിങ്ങൾ തമ്മിൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇനിയിപ്പോൾ അവൻ്റെ ജീവിതം നശിച്ചു. എനിക്കത് കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തെക്കാളും നല്ല രീതിയിൽ അവൻ്റെ ജീവിതം പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ അവൻ്റെ കരച്ചിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ നയന എന്നും പറയുന്ന ഡയലോഗ് അങ്ങ് പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദർശമായിട്ടാണെന്നിങ്ങനെ പറയും. അന്നേരം പിന്നെ എപ്പോഴായി ഞാൻ ഇതൊക്കെ പറയേണ്ടത് എന്ന് ആദർശത്തിരി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അനിയുടെ കാര്യമാണ് കഷ്ടം. അവൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഇനിയും ഒത്തുപോകുന്നത്? അവൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തേ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുക, ഞാനും അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന്. ഏതായാലും ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിലിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇനി ആ കേസ് നമുക്ക് തെളിയിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.